ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ശാരദാമ്മയുടെ കഴിവ് എന്തായാലും എൻ്റെ അമ്മയ്ക്കില്ല. അത് സത്യമാണ്. അതെനിക്കും അറിയാം, അവിടെ കൂടിയിരുന്നവർക്കും അറിയാം. എന്നിട്ട് എങ്ങനെയാ എൻ്റെ അമ്മ അവിടെ ജയിച്ചേ? ഇങ്ങതാ മോളെ രാഘവേട്ട, ഇത് നമുക്ക് കിട്ടിയ ട്രോഫിയാ. പിടിക്ക. രാഘവേട്ട, ക്യാഷ് വേണ്ട, അതെടുക്കണ്ട. ഇതെല്ലാമേ നീ തന്നെ വെച്ചോ. മറവി ഒരുപാട് കൂടുതലുള്ള ആളാ ഞാൻ. നാളെ നീ ഒന്ന് ചോദിക്കുമ്പോ ഞാനത് അറിയുന്നില്ലെന്നേ പറയൂ. പ്രത്യേകിച്ച് പണം അതെന്നെ ഏൽപ്പിക്കേ വേണ്ട. രാഘവേട്ട, ഇത് അനൂപ്. സുബൈറക്ക, കേൾക്കണം. ഈ മത്സരത്തിൽ നിന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാനായി പലരും പല ശ്രമങ്ങളും നടത്തി. ഞങ്ങൾ മത്സര സ്ഥലത്ത് എത്താതിരിക്കാനായി ഗുണ്ടകളെ വരെ ഏർപ്പാടാക്കി. അവിടുന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചതേ ദേ ഈ അനൂപ. അല്ലെങ്കിലേ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് സത്യസന്ധത ഉണ്ടെങ്കിൽ അത് വിജയിപ്പിക്കാനായിട്ട് ഈശ്വരൻ ആരെങ്കിലും ഏർപ്പാടാക്കി തരും. അതിന് ഈ മോനൊരു നിമിത്തമായേ ഉള്ളൂ. മോനെ, ഒരു 5 മിനിറ്റ് ഇരിക്കാമെങ്കിൽ നല്ലൊരു കട്ടൻ ചായ കുടിച്ചിട്ട് പോവാം. അത് പിന്നെ സത്യമേ പിന്നൊരിക്കലാവാം. ഇപ്പോ അല്പ തിരക്കുണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നല്ല പയ്യനാ, മിടുക്കനാ. നിങ്ങളിരിക്കെ, ഞാൻ ഇപ്പൊ വരാവേ. പൊന്നിവാ. എന്നാ പിന്നെ ഞാനും ചെല്ലട്ടെ രാഘവ സാറേ. അല്ല, എന്തെത്ര തിരക്ക്? 100 വരട്ടെ, എന്നിട്ട് ഒരുമിച്ച് പോവാലോ. അവള് വന്നോളും. പണ്ടത്തെ പോലെ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. വരാനും പോകാനും കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെയുള്ള പ്രായമായി. അല്ല, അതെന്താ? ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ശരി. സുബൈറെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ഇത് കുടിക്കച്ചാ, അച്ഛന്റെ ടെൻഷൻ മാറാനാ. എന്തപ്പത്? അത് ശരി. അപ്പൊ അച്ഛന്റെ മോൾക്ക് ചായ ഒക്കെ ഉണ്ടാക്കറിയോ? പിന്നില്ലേ, അച്ഛൻ എന്ത് കരുതി? അച്ഛന്റെ മോള് വലുതായി. എന്റെ ദൈവമേ, അച്ഛനത് അറിഞ്ഞില്ലടാ കുട്ടാ. ശാരദാമ്മയുടെ കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ടല്ലോ എന്റെ കുട്ടിക്ക്. നല്ല ചായ കേട്ടോ. അത് ശാരദാമ്മ തന്നെ ഉണ്ടാക്കിയതാ, ഞാനൊന്ന് ചൂടാക്കിയേ ഉള്ളൂ. എന്നാലും ചൂടാകിയ നീയാണല്ലോ, അത് കൊള്ളാം കേട്ടാ. അച്ഛന്റെ ടെൻഷൻ മാറ്റാൻ കൊണ്ടുവന്ന ഒറ്റമൂലി കൊള്ളാം. അച്ഛന്റെ ചുന്തിരിവാവയല്ലേ.
ആശാനെ എത്ര ഏട്ടാ? 50. ശാരദാമ്മേ, സത്യകുട്ടി. ആഹാ, ചായക്ക് ഇതാരാ ഇട്ടു കൊടുത്തത്? ഞാൻ അല്ലാതെ ആരാ? ആഹാ, മിടുക്കി കുട്ടിയാണല്ലോ. ആ മോനെ, ജയിച്ചത് സത്യാമ്മയാ. ഞാൻ അറിഞ്ഞു. കമൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കടുത്ത മത്സരമായിരുന്നു. സത്യാമ്മ മത്സരിച്ച് തന്നെയാ ജയിച്ചത്. ഈ ജയം അവർ ആഗ്രഹിച്ച് തന്നെയാ വന്നത്. അത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ അമ്മയുണ്ടാക്കിയ ഭക്ഷണവും ശാരദാമ്മ ഉണ്ടാക്കിയ ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. രണ്ടുപേരുടെ ഭക്ഷണത്തിന്റെ രുചികളും എൻ്റെ ഈ നാവിൻ തുമ്പിലുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ശാരദാമ്മയുടെ കഴിവ് എന്തായാലും എൻ്റെ അമ്മയ്ക്കില്ല. അത് സത്യമാണ്. അതെനിക്കും അറിയാം, അവിടെ കൂടിയിരുന്നവർക്കും അറിയാം. എന്നിട്ട് എങ്ങനെയാ എൻ്റെ അമ്മ അവിടെ ജയിച്ചേ? ആ മോളെ വാ, കാര്യങ്ങൾ പറയട്ടെ. വന്നേ. ആശാനെ ജയിപ്പിച്ചതാടാ. എല്ലാവരും കൂടി എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി എൻ്റെ അമ്മയെ ജയിപ്പിച്ചതാ. വാടാ, നീ വരാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാണ്ടായിരുന്നു വെച്ചാ, അതാ വൈകിയേ. എടാ, കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞായിരുന്നല്ലോ. പണം കിട്ടി. ഇനി ഹോസ്പിറ്റലിൽ പോകണം. അതിനുള്ള കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യണം. അത് ചെയ്യാലോ, ഞാൻ ഉണ്ടല്ലോ. പിന്നെന്താ? എടാ, കൂടെ ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്യണം. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കാൻ പറ്റില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അവിടെ ചെന്നാൽ ഏത് ഡോക്ടറെ കാണണമെന്ന് അറിയണം. അങ്ങനെ എല്ലാത്തിനും നിന്റെ ശ്രദ്ധ വേണം. രാഘവേട്ടാ, രാഘവേട്ടൻ എന്തിനാ ഇതൊക്കെ ഇവനോട് പറയുന്നത്? നിങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഇവനുണ്ടായിരുന്നോ? അവനുണ്ടായിരുന്നോന്ന്? അത് പിന്നെ ഭാമേ, അവന്റെ ജോലി. എന്ത് ജോലിയാ? ബാക്കി ഒരു മക്കളും ജോലിക്ക് പോയിക്കൊണ്ട് അച്ഛന്റെ അമ്മയുടെയും കാര്യങ്ങൾ നോക്കുന്നില്ല. രാഘവേട്ട, അതൊന്നുമല്ല. അവനെ ആവശ്യമില്ല.